ബീവി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ മദീനയുടെ പുണ്യമണ്ണിൽ ജനിച്ച് ഈജിപ്തിന്റെ ഹൃദയത്തിൽ വിശ്രമിച്ച ആ നൂറിന്റെ ജീവിതം ഒരു സാധാരണ ചരിത്ര പേജായിരുന്നില്ല. അതൊരു ഇബാദത്തിന്റെ കവിതയായിരുന്നു. മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹയുടെ വംശത്തിൽ പിറന്ന ആ മഹൽ ജീവിതം ദുനിയാവിനെ തേടിയില്ല, അള്ളാഹുവിനെ മാത്രമായിരുന്നു തേടിയത്. രാത്രികൾ അവർക്ക് സജിദകളുടെ കണ്ണീർ നിറഞ്ഞതായിരുന്നു. ദിവസങ്ങൾ ദരിദ്രർക്കുള്ള കരുതലായി ഒഴുകി. അവരുടെ വീടിന്റെ വാതിൽ അടഞ്ഞിരുന്നില്ല, അത് അറിവിനും ആശ്വാസത്തിനും ദുആക്കും തുറന്നിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു പോലും അവരുടെ ദുആ അഭ്യർത്ഥിച്ചവരിൽ ഒരാളായിരുന്നു. അത്രത്തോളം ആത്മീയ ഉയരത്തിലായിരുന്നു ബീവി നഫീസ റളിയല്ലാഹു അൻഹ. ദുന്യാവിൽ അവർ ഒരു സന്യാസിയെപ്പോലെ ജീവിച്ചു, പക്ഷേ ചരിത്രം അവരെ ഒരു പ്രകാശമായി എഴുതി വെച്ചു. ഇന്ന് അവരുടെ വഫാത്ത് ദിനത്തിൽ നമുക്ക് ചോദിക്കാം, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സജിദകളുടെ നനവുണ്ട്, എത്രത്തോളം അള്ളാഹുവിനോടുള്ള പ്രേമമുണ്ട്. അള്ളാഹു ബീവി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഉയർന്ന സ്ഥാനം നൽകട്ടെ. അവരുടെ ജീവിതം നമ്മുടെ ഹൃദയങ്ങൾക്ക് വഴികാട്ടിയാകട്ടെ. ആമീൻ.